ഹലോ, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് കറിയൊന്നും ഇല്ലാതെ കഴിക്കാൻ പറ്റിയിട്ടുള്ള സിമ്പിളായിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ നല്ല സോഫ്റ്റും നല്ല ടേസ്റ്റും ആയിട്ടുള്ള ഒരു അടിപൊളി ഐറ്റമാണ് കേട്ടോ ഇത്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഡിന്നറായിട്ടും കുട്ടികൾക്ക് സ്നാക്സ് ബോക്സിൽ കൊടുത്ത് വിടാനൊക്കെ റെഡിയാക്കി കൊടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ഐറ്റമാണ്. അപ്പോൾ നമുക്കിതെങ്ങനെ റെഡിയാക്കി എടുക്കണമെന്ന് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്കിതിലേക്കുള്ള മസാല റെഡിയാക്കി എടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. പാനിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തതിന് ശേഷം കടുകിട്ടിട്ടൊന്ന് പൊട്ടിച്ചിട്ടെടുക്കാം. കടുക് പൊട്ടി വരുന്ന ആ ഒരു സമയത്തിന് ഇതിലേക്ക് ഒരു 3/4 ടീസ്പൂണോളം ഉഴുന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് ചെറുതായിട്ട് ഗോൾഡൻ കളറായി വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്കിതിലേക്ക് ചെറുതായിട്ട് തന്നെ അരിഞ്ഞെടുത്തിട്ടുള്ള സവാള ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞെടുത്തതാണ് കേട്ടോ ഞാനിപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു സവാളയിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടെ ഞാൻ ഈ ഒരു സമയത്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഉപ്പും മഞ്ഞളൊക്കെ ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ല രീതിയിൽ തന്നെ ഒന്ന് ഇളക്കിയെടുക്കാം. ഇനി നമ്മുടെ ഈ ഒരു സവാള നല്ല സോഫ്റ്റ് ആയി കിട്ടുന്നത് വരെയാണ് നമുക്ക് വഴറ്റിയെടുക്കേണ്ടത്. അതിനുശേഷം നമുക്കിതിലേക്ക് കുറച്ച് മസാലപ്പൊടികൾ കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിതപ്പോൾ അവിടെ 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 3/4 ടീസ്പൂൺ എടുത്ത് ചിക്കൻ മസാലയാണ് കേട്ടോ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി എല്ലാം കൂടെ ജസ്റ്റ് ഒന്നുകൂടെ വഴറ്റിയെടുത്തതിന് ശേഷം ഇനി അടുത്തതായിട്ട് ഇതിലേക്ക് മല്ലിയിലയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുള്ള മല്ലിയിലയും കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്ത് ഒന്നുകൂടെ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം അടുത്തതായിട്ട് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് കിഴങ്ങാണ്. അപ്പോൾ ഞാനിപ്പോൾ അവിടെ മീഡിയം സൈസിലുള്ള ഒരു 2 കിഴങ്ങ് നല്ലപോലെ ഒന്ന് കുക്ക് ചെയ്തെടുത്തതിന് ശേഷം ഒന്ന് ഉടച്ചെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ നമ്മുടെ കിഴങ്ങ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ല പോലെ തന്നെ ഇതിനെ ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചിട്ടെടുക്കാം. അപ്പോൾ ഈ ഒരു മസാല എല്ലാ ഭാഗത്തേക്കും എത്തുന്ന പോലെ വേണം കേട്ടോ നമ്മൾ മിക്സ് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ മസാല എത്രത്തോളം വേണോ അതിനനുസരിച്ച് നിങ്ങൾക്ക് കിഴങ്ങിൻ്റെ അളവൊക്കെ കൂട്ടിയിട്ടെടുക്കാം. അപ്പോൾ നമ്മുടെ കിഴങ്ങിലേക്ക് ഓൾറെഡി ഉപ്പൊക്കെ ചേർത്ത് വേവിച്ചെടുത്തതാണ്. അപ്പോൾ ഈ ഒരു സമയത്ത് ഉപ്പ് കുറവുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ചേർത്ത് കൊടുത്തിട്ട് ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ എല്ലാതും നല്ല രീതിയിൽ തന്നെ ഞാനിപ്പോൾ അവിടെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്ത് ജസ്റ്റ് ഒന്ന് ചൂടാറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലെ കൈകൊണ്ട് എടുക്കാനുള്ള ആ ഒരു പാകത്തിനുള്ള ചൂടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ബോൾസാക്കി എടുത്തതിന് ശേഷം നമുക്ക് കട്ട്ലേറ്റൊക്കെ റെഡിയാക്കി എടുക്കുന്ന ആ ഒരു രീതിയിൽ ചെറുതായിട്ട് തന്നെ ഒന്ന് പ്രസ് ചെയ്തിട്ട് ഇതുപോലെ പരത്തി കൊടുക്കാം. അപ്പോൾ എല്ലാതും സെയിം രീതിയിൽ തന്നെ ഞാനിവിടെ റെഡിയാക്കി മാറ്റി വെക്കുകയാണ്. ഇനി അടുത്തതായിട്ട് നമുക്കിതിലേക്ക് വേണ്ടത് ഇഡ്ഡലി ബാറ്ററാണ് കേട്ടോ. അപ്പോൾ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ കറക്റ്റായിട്ട് ഇഡ്ഡലി ബാറ്റർ എങ്ങനെ റെഡിയാക്കി എടുക്കുക എന്നുള്ളതിൻ്റെ വീഡിയോ ഞാൻ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുക്കാം കേട്ടോ. അപ്പോൾ ആവശ്യമുള്ളവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കിയാൽ മതി. ഇനി ഇതുപോലെ കുഴിയുള്ള ചെറിയൊരു ചട്ടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതിലേക്ക് ജസ്റ്റ് ഒന്ന് ഓയിൽ സ്പ്രെഡാക്കി കൊടുത്തതിന് ശേഷം നമ്മുടെ ഇഡ്ഡലി ബാറ്റർക്ക് ഒന്ന് ഒഴിച്ച് കൊടുത്ത് അതിന് സെൻറ്ററിലായിട്ട് നമ്മുടെ ഈ ഒരു പൊട്ടറ്റോ മിക്സ് വെച്ച് കൊടുത്തതിന് ശേഷം അതിന് മുകളിലായിട്ട് അത് കവർ ചെയ്ത് നിൽക്കുന്ന രീതിയിൽ വീണ്ടും നമുക്ക് ഇഡ്ഡലി ബാറ്റർ ഒഴിച്ച് കൊടുത്ത് ഇതിനെ ഒന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. അപ്പോൾ ലോ ഫ്ലെയിമിലിട്ടിട്ടാണ് നമ്മൾ കുക്ക് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ ഏകദേശം മുകൾ ഭാഗമൊക്കെ ഒന്ന് കുക്കായി വന്നിട്ടുണ്ടെങ്കിൽ വീണ്ടും നമുക്ക് ഈ ഒരു പാനിലേക്ക് തന്നെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ തിരിച്ചിട്ട് കൊടുക്കുന്ന സമയത്ത് വീണ്ടും ഒന്ന് കുറച്ച് ഓയിൽ സ്പ്രെഡാക്കി കൊടുത്താൽ മതി കേട്ടോ. ഇല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അതിൽ അടി പിടിക്കാനുള്ള ചാൻസ് ഉണ്ടാവും. അപ്പോൾ 2 സൈഡും കുക്കായി കഴിഞ്ഞതിന് ശേഷം നമുക്കിതിനെ പാനിൽ നിന്ന് മാറ്റി കൊടുക്കാം. അപ്പോൾ സെയിം രീതിയിൽ തന്നെയാണ് കേട്ടോ ഞാനിപ്പോൾ അവിടെ ബാക്കിയുള്ളതെല്ലാം റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ ഇതുപോലത്തെ ചെറിയ ചട്ടി ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ചെറിയ ഒരു ചീനിച്ചട്ടിയിലൊക്കെ ഇതുപോലെ റെഡിയാക്കി എടുക്കാവുന്നതാണ്. അപ്പോൾ കുറഞ്ഞ ഓയിൽ നമുക്കിത് റെഡിയാക്കി എടുക്കാനായിട്ട് ആവശ്യമുള്ളൂ. അപ്പോൾ ഇതിൻ്റെ തീ കൂടി പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. തീ കൂടി പോയിട്ടുണ്ടെങ്കിൽ അടിഭാഗം നല്ലപോലെ കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതുപോലെ തിരിച്ചും മറിച്ചിട്ട് 2 സൈഡ് ഒരു ഗോൾഡൻ കളറായി വരുന്നത് വരെ കുക്ക് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ റെഡി ആയിട്ട് കിട്ടും. അപ്പോൾ വളരെ സിമ്പിളാണ് ഇത് റെഡിയാക്കി എടുക്കാനായിട്ട്. അപ്പോൾ കഴിക്കാനായിട്ട് നല്ല ഒരു ടേസ്റ്റാണ്. അപ്പോൾ തലേന്നത്തെ ഇഡ്ഡലി ബാറ്ററൊക്കെ ബാക്കിയുണ്ടെങ്കിൽ നെക്സ്റ്റ് ഡേ നമുക്ക് ഈ ഒരു രീതിയിലൊക്കെ ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ റെഡിയാക്കി എടുക്കുകയാണെങ്കിൽ നമുക്കിത് കഴിക്കാനായിട്ട് സെപ്പറേറ്റ് കറിയുടെ ഒന്നും ആവശ്യമില്ല. അപ്പോൾ ഇതുപോലുള്ള സിമ്പിൾ റെസിപ്പീസിനായിട്ട് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക.